നമ്മൾ പുതിയ സീരീസുമായിട്ട് എത്തിയിരിക്കുകയാണ്. ഹോൾ ബോഡി വർക്കൗട്ട് ബിഗിനേഴ്സ് ലെവലിലെ 3rd സീരീസാണ്. സോ നിങ്ങൾ ആസ് യൂഷ്വൽ വാമപ്പ് ചെയ്യാൻ മറക്കരുത്. വാമപ്പിൻ്റെ ലിങ്ക് മുകളിൽ കൊടുത്തിരിക്കാം. നിങ്ങൾ ലിങ്ക് കണക്ട് ചെയ്തിട്ട് വാമപ്പ് പ്രാക്ടീസ് ചെയ്തിട്ട് വേണം നിങ്ങൾ മെയിൻ വർക്കൗട്ടിലേക്ക് വരാനായിട്ട്. സോ നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് പറയുമ്പോഴത്തേക്കും ബൈസെപ്സ് കേൾസ് ആണ്. ബൈസെപ്സ് കേൾസ് ആംസിനുള്ള വർക്കൗട്ടാണ് ബൈസെപ്സ് കേൾസ്. സോ യെസ് പോട്ടെ, ബൈസെപ്സ് കേൾസ്. യെസ് 1 2 3. ബൈസെപ്സിന് നമ്മുടെ കയ്യിൽ ഫാറ്റ് ടോൺ ചെയ്യാനായിട്ട് ഇത് നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ ലേഡീസ്, പ്രത്യേകിച്ച് ലേഡീസിൻ്റെ ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്, വെയിറ്റ് എടുത്ത് കഴിഞ്ഞാൽ ജെൻസിനെ പോലെ മസിൽ വയ്ക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ ലേഡീസ് നിങ്ങൾ വന്നതെന്നും പറയും നിങ്ങൾക്ക് മസിൽസ് ഒന്നും വരത്തില്ല. ഇവിടുത്തെ കയ്യിലെ ഫാറ്റ് ടോൺ ആവുകയുള്ളൂ. ജെൻസിനെ പോലെ മസിൽസ് വരാനൊന്നും പോകുന്നില്ല, പേടിക്കാനില്ല. നോർമൽ കയ്യിലെ ഫാറ്റ് കുറയാനായിട്ടുള്ള ബെസ്റ്റ് വൺ ഓഫ് ദ എക്സസൈസ് ആണ് ബൈസെപ്സ് കേൾസ്. യെസ് 15 repetition 3 sets ആണ്. 15 repetition 3 sets. 13 come on 14 യെസ് 15. ഓക്കെ വെച്ചോ. ഇത് കഴിയുമ്പോൾ ബൈസെപ്സിൻ്റെ വർക്കൗട്ട് കഴിഞ്ഞ് ബൈസെപ്സ് കേൾസ്. നെക്സ്റ്റ് നമ്മൾ ഷോൾഡറിനായിട്ട് ഫ്രണ്ട് റേസ്, ഡംബിൾ ഫ്രണ്ട് റേസ് ആണ് നെക്സ്റ്റ് ചെയ്യാൻ പോകുന്നത്. സെയിം വെയിറ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തോ. നിങ്ങൾ ഇനിഷ്യലി ഹെവി വെയിറ്റ് ഒന്നും എടുക്കേണ്ട, ഒരു 2 kg 3 kg ഈ വെയിറ്റിൽ തന്നെ ആയിരിക്കണം നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ട. വെയിറ്റ് എടുക്കുമ്പോൾ യെസ് സ്ട്രെയിറ്റ് ഷോൾഡർ ലെവൽ വരിക, സ്ലോലി താഴെ കൊണ്ടുവരിക. അപ്പ് ഷോൾഡർ ലെവൽ വരിക, സ്ലോലി കൺട്രോൾ ചെയ്ത് താഴെ കൊണ്ടുവരിക. മുകളിൽ കൊണ്ടുവന്ന് സ്പീഡിൽ ജെർക്ക് ചെയ്തൊന്നും എടുക്കേണ്ട, കൺട്രോൾ ചെയ്ത് ലിഫ്റ്റ് ചെയ്യുക, സ്ലോലി കൺട്രോൾ ചെയ്ത് താഴെ കൊണ്ടുവരിക. ഓവർ സ്ലോയും ആവാൻ പാടില്ല, ഒരു മോഡറേറ്റ് സ്പീഡിലായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത്. ഓക്കെ സെയിം 15 repetition 3 sets ആണ്. 3 sets of 15 repetition. Come on 13 യെസ് 14 15. ഓക്കെ ഫൈൻ വെച്ചോ. നെക്സ്റ്റ് നമ്മൾ ചെയ്യാൻ പോകുന്നത് സ്ക്വാഡ് പ്രസ് ആണ്. സ്ക്വാഡ് പ്രസ്സിന് സെയിം വെയിറ്റ് തന്നെ, ഒരു ചെറിയ വെയിറ്റ് എടുത്താൽ 2 kg എടുക്കുക. യെസ് കമ്മിയോ വിടോ, സ്ട്രെയിറ്റ് അയക്കുക, സ്ക്വാട്ട് ചെയ്യുക. സ്ക്വാട്ട് ചെയ്തുകൊണ്ട് ഷോൾഡർ പ്രസ്. കമാൺ സ്റ്റാർട്ട്. യെസ് 1 2 3 1 8 9 1 more 10. സ്ക്വാട്ട് ചെയ്തിട്ട് ഷോൾഡർ പ്രസ് ചെയ്യുക. ഇത് ഹോൾ ബോഡി വർക്കൗട്ടാണ്. നിങ്ങൾക്ക് അപ്പർ ബോഡിയും ലോവർ ബോഡിയും ഒരേപോലെ ഇൻവോൾവ് ആവും ഇത് ചെയ്ത് കഴിയുമ്പോൾ. ഓക്കെ ഫൈൻ വെച്ചോ. സ്ക്വാട്ട് പ്രസ് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് പുഷപ്സിലേക്കാണ്. കമോൺ പുഷപ്സ്. ലേഡീസിന് ആസ് യൂഷ്വൽ നിങ്ങൾ മുട്ടിൽ സപ്പോർട്ട് എടുത്തിട്ട് പുഷപ്പ് ചെയ്താൽ ഇങ്ങനെയല്ല, ഇങ്ങനെ ചെയ്യും ക്രോസ്. മുട്ടിൽ നിന്ന് പുഷപ്പ് എടുത്താൽ നോർമലി ചെയ്യാൻ പറ്റുമെങ്കിൽ നോർമലി പുഷപ്പ് ചെയ്യുമ്പോൾ ചെയ്യാം. പക്ഷേ മോസ്റ്റ് പ്രോബ്ലി നിങ്ങൾക്ക് നോർമൽ പുഷപ്പ് ചെയ്യാൻ പറ്റത്തില്ല. സോ മുട്ടിൽ പുഷപ്പ് എടുത്ത് കുറച്ച് സ്ട്രെങ്ത് വന്നതിന് ശേഷം നോർമൽ പുഷപ്പ് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്താൽ മതി. യെസ് 1 2 3 കമോൺ 9 1 more യെസ് 10. ഓക്കെ ഫൈൻ. ഇത് അപ്പർ ബോഡിക്ക് വേണ്ടിയുള്ള വർക്കൗട്ടാണ് പുഷപ്സ് കഴിഞ്ഞ ഉടനെ സ്ട്രെയിറ്റ് അവേ യു വിൽ ബി ഗോയിങ് ടു പ്ലാങ്ക് ചെയ്തോ. കോർ സ്ട്രെങ്ത്തിന് വേണ്ടിയാണ്, കോർ സ്ട്രെങ്ത്, അപ്പർ ബോഡി കോർ സ്ട്രെങ്ത്. യെസ് 1 2 ആസ് യൂഷ്വൽ ഗ്രൗണ്ടിന് പാരലായിരിക്കണം. ഹിപ്പ് പൊങ്ങാനും പാടില്ല, ഹിപ്പ് താഴാനും പാടില്ല. കോർ ടൈറ്റാക്കി വെക്കുക. ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് നടക്കണം. ബ്രീത്ത് ഹോൾഡ് ചെയ്ത് നിങ്ങൾ പ്ലാങ്ക് ചെയ്യരുത്. ഓക്കെ ബ്രീത്ത് ഔട്ട് ബ്രീത്ത് ഇൻ നടക്കണം. കോർ ടൈറ്റാക്കി വെക്കുക. ഹോൾഡ് ഫോർ 30 seconds. യെസ് ഓക്കെ. ഇത് 4 സെറ്റ് ചെയ്യണം. ഓക്കെ ഫൈൻ. പുഷപ്പ് 10 പുഷപ്പ് 30 seconds പ്ലാങ്ക്, 10 പുഷപ്പ് 30 seconds പ്ലാങ്ക്, 4 sets. സോ ഇന്നത്തെ സീരീസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇത് ബേസിക്കലി നിങ്ങൾക്ക് ചെയ്യാനായിട്ട് മോസ്റ്റ് പ്രോബ്ലി 45 minutes ഒക്കെ എടുക്കുകയുള്ളൂ. അപ്പം നിങ്ങൾക്ക് ജിമ്മിൽ വേണമെങ്കിലും ചെയ്യാം. വെയിറ്റ് ഇപ്പം 2 kg ആണ് യൂസ് ചെയ്തിരിക്കണം. 3 kg or 4 kg നിങ്ങളുടെ സ്ട്രെങ്ത് അനുസരിച്ച് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ വീട്ടിലാണ് ഇത് നിങ്ങൾക്ക് വീട്ടിൽ ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ സ്ക്വാഡ് പ്രസ്, പിന്നെ ഫ്രണ്ട് റേസ്, ബൈസെപ്സ് കേൾസിനൊക്കെ നിങ്ങൾക്ക് വെയിറ്റ് എസെൻഷ്യലാണ്. അപ്പോൾ നിങ്ങൾ വീട്ടിൽ അതിന് പറ്റിയ വെയിറ്റ് ഉണ്ടെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ ജിമ്മിൽ വന്ന് നിങ്ങൾക്ക് 2 kg 3 kg 4 kg ഏതെങ്കിലും യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ നിങ്ങൾ ഡെയിലി വർക്കൗട്ട് ലൈഫ് സ്റ്റൈൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ലേഡീസ് ആണെന്നും പറഞ്ഞ് വർക്കൗട്ട് ചെയ്യാതിരിക്കരുത്. ഡേ ടു ഡേ ലൈഫിൽ ഇൻവോൾവ് ചെയ്യാൻ ശ്രമിക്കുക. ഒരു 30 to 45 seconds നിങ്ങൾ എങ്ങനെ വിചാരിച്ചാലും നിങ്ങൾക്ക് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോഴേ നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഭയങ്കര ബെനിഫിറ്റാണ്. നിങ്ങളുടെ ബോൺ സ്ട്രെങ്ത്, ഡെൻസിറ്റി എല്ലാം സ്ട്രെങ്ത് കൂടെയുള്ളൂ. അല്ലാതെ നിങ്ങൾക്ക് മസിൽ വരും, അല്ലെങ്കിൽ ഞാൻ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് ജോയിൻറ്റ് പെയിൻ വരും, ഷോൾഡർ പെയിൻ വരും, അങ്ങനെയൊന്നുമില്ല. നിങ്ങൾ പ്രോപ്പറായിട്ട് ഒരു ട്രെയിനറിൻ്റെ ഗൈഡൻസിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹെൽത്ത് ബെനിഫിറ്റ്സേ ഉണ്ടാവുള്ളൂ ജിമ്മിൽ പോയെന്നും പറഞ്ഞ്. ഹെവി വെയ്റ്റ്സോ ഒന്നും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്ക് ട്രെയിനേഴ്സ് വർക്കൗട്ട്സ് തരും. നിങ്ങളുടെ ബോഡി എന്താണെന്ന് മനസ്സിലായി നിങ്ങൾക്ക് ബോഡിക്ക് എത്ര
സോറി എത്ര വെയിറ്റ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുമെന്നൊക്കെ ട്രെയിനേഴ്സിന് അവർക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ അതനുസരിച്ചുള്ള വർക്കൗട്ട്സേ അവർ തരത്തുള്ളൂ. സോ നിങ്ങൾ ജിമ്മിൽ പോവുക, വർക്കൗട്ട് ചെയ്യുക, സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. സീ യു സൂൺ.